സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ യൂണിക്കോൺസിൻ്റെ കാർഡാണ് എടുത്തിരിക്കണേ. ഫസ്റ്റ് കാർഡ് ദ ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടെ ജീസസ് ക്രൈസ്റ്റ് എന്താണ് പറയണത്? ഓപ്പൺ ദ ഡോർ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ. സ്വർഗവാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇവിടെ ഭഗവാൻ പറയണത് എന്താണ്? അൺകണ്ടീഷണൽ ലവ്. ഈ ജീവിതത്തിൽ നിങ്ങൾ ആരൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യണോ അവരോടൊക്കെ പ്യുവർ ലവ് റേഡിയേറ്റ് ചെയ്യാം. വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, എല്ലാവരെയും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. അതാണ് ഇവിടെ ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. ഐ ലവ് എവരി വൺ അൺകണ്ടീഷണലി. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയാൻ, എല്ലാവരോടും ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ എല്ലാവരിലേക്കും പ്യുവർ ലവ് നമ്മൾ റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ നമ്മളെല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുകയാണെങ്കിൽ നമ്മൾക്ക് മുന്നിൽ സ്വർഗവാതിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. അദ്ദേഹം ദേവപുത്രനാണ്, എല്ലാവർക്കും അറിയാം. ഒരു കാർപ്പൻ്ററായിരുന്ന, ഒരു ആശാരി പണി ചെയ്തിരുന്ന ഒരു ജോസഫിനും മേരിക്കുമുണ്ടായ ദൈവപുത്രനാണ് ജീസസ് ക്രൈസ്റ്റ്. ദിവ്യമാതാവാണ്. ദൈവപുത്രന് ജന്മം നൽകിയ ദിവ്യമാതാവാണ് മദർ മേരി. അടുത്ത കാർഡ് മദർ മേരിയാണ്. മദർ മേരി നമ്മൾക്ക് അനുഗ്രഹങ്ങൾ തരാനായിട്ട് വന്നിരിക്കുകയാണ്. മദർ മേരി ആൻഡ് ദ യൂണിക്കോൺസ് ആർ ബ്ലെസ്സിങ് യു. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മദർ മേരിയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് തയ്യാറാവുക. ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തെ കൊണ്ടുവരും എന്നുള്ളതാണ് മദർ മേരിയുടെ കാർഡ് പറയുന്നത്. എന്തായാലും ക്രിസ്മസ് ആയിട്ട് വളരെ നല്ല 2 മെസ്സേജുകളാണ് വന്നിരിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു.